നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം മൈക്കെടുത്താൽ വായിക്കണം. നമ്മുടെ കൂടുതൽ ആളുകൾ ഇന്ന് ഓൺലൈനിൽ സംബന്ധിക്കുന്നു. അവരുടെ കേൾക്കുന്നതിന് വേണ്ടിയും മൈക്കിലൂടെ വായിക്കണം. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. You did not choose me, but I chose you and appointed you that you would go and bear fruits, and that your fruit would remain, so that whatever you ask of the Father in my name, he may give you. കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ നല്ല കർത്താവിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തിയോളജിക്കൽ ഫോമിൽ ജീസസ് ഫെയർവെൽ ഡിസ്കോഴ്സ്, ധാരാളം ഡിസ്കോഴ്സസ് എന്ന പേരിൽ പറയുന്നുണ്ട്. അപ്പർ റൂം ഡിസ്കോഴ്സ്. അതുപോലെ യേശു കർത്താവിൻ്റെ ഫെയർവെൽ ഡിസ്കോഴ്സായിട്ടാണ് ഈ ഒരു 15-ാം അധ്യായം പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അന്ത്യ അത്താഴം ഒക്കെ നടക്കുന്ന ആ സമയങ്ങളിൽ അതിനോടനുബന്ധിച്ചുള്ള വളരെ ക്രുഷ്യലായ സമയത്താണ് കർത്താവ് ഇത് പറയുന്നത്. ബിക്കോസ് ജീസസ് ക്രൂസിഫിക്ഷൻ ഈസ് വെരി നിയർ. നോട്ട് മെനി ഡേയ്സ്, ഓൺലി അവേഴ്സ്. ഈ സമയത്ത് കർത്താവ് ശിഷ്യന്മാരെ എന്ത് ചെയ്യുന്നു? കംഫർട്ട് ചെയ്യുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, അവരെ കൂടുതൽ ശക്തരാക്കി തീർക്കുവാനുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് കൂടുതലായും പറഞ്ഞത്. അതുതന്നെ കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ മാതാപിതാക്കൾ ഏതെങ്കിലും കാരണത്താൽ, സിമ്പിൾ ആർട്ടിക്കുലേഷൻ, കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് അല്പസമയം വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ക്രമീകരിച്ച് ആക്കി അവരുടെ കംഫർട്ടിന് വേണ്ടി, ഇന്ന സ്ഥാനത്തിരിപ്പുണ്ട്, ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ ചെയ്യണം, വന്നാരെങ്കിലും ബെല്ലടിച്ചാൽ ഇറങ്ങി പെട്ടെന്ന് തുറക്കരുത്, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി സംസാരിക്കുന്നു, അവരുടെ നറിഷ്മെൻറ്റിന് വേണ്ടി സംസാരിക്കുന്നു. അവർ സമയം കളയാതിരുന്ന് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ, സ്കൂൾ ഗോവേഴ്സ് ആണെങ്കിൽ അവരോട് അങ്ങനെ പറയും, നന്നായിട്ടിരുന്ന് പഠിക്കണം, സമയങ്ങൾ വേസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ വളരെ കോഷ്യസായിട്ട് പേരൻസ് കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കർത്താവിനറിയാം സമയം വളരെ അടുത്തിരിക്കുകയാണ്. ക്രൂസിഫിക്ഷൻ ആൻഡ് ഓൾ കൈൻഡ് ഓഫ് സഫറിങ്സ് ഈസ് വെരി നിയർ. സോ അവരെ വിട്ടുപോകേണ്ട സമയം വരുന്നു. അതുകൊണ്ട് വെരി പാഷനേറ്റായിട്ട് കർത്താവ് അവരോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അതുമാത്രമല്ല, അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞൊരു സെൻസിൽ ചിന്തിച്ചാൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. എല്ലാം ശരിയാക്കി ഭാര്യമാർ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പം ഭർത്താക്കന്മാർക്ക് വേണ്ടി കെയർഫുള്ളായിട്ട് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ ഇന്നതിരിപ്പുണ്ട്, അതെടുത്ത് ചൂടാക്കി കഴിക്കണം, അതുപോലെ ഇന്നതുപോലെ ചെയ്യണമെന്നൊക്കെ പറയത്തില്ലേ. അതൊക്കെ എന്തുകൊണ്ടാണ്? വൈ ദേ ആർ സെയിങ് ലൈക്ക് ദാറ്റ്? വൈ പേരൻസ് സെയിങ് ലൈക്ക് ദാറ്റ്? എന്താണ്? ആ റെസ്പോൺസിബിലിറ്റിയാണ്. Two things are very strong there: responsibility and relationship. ഹല്ലേലൂയ. ശരിയല്ലേ? ആഴമേറിയ ആ ബന്ധം, അതുമാത്രമല്ല ഉത്തരവാദിത്വം. ഈ രണ്ട് കാര്യങ്ങൾ കർത്താവ് അവൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നു.
അപ്പോൾ തുടക്കത്തിൽ തന്നെ നാം ചിന്തിക്കണം, തന്നെ സേവിക്കുന്ന തൻ്റെ മക്കളാകുന്ന ഓരോരുത്തരോടും എത്രമാത്രം കൺസേൺ ആണ് നമ്മുടെ ദൈവത്തിനുള്ളത്. ഇന്ന് പകൽക്കാലം കർത്താവിന് നമ്മോടുള്ള കരുതലിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവജനം ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. നാം പ്രാപിക്കുവാനും നിറയുവാനും ദൈവത്തോട് ചേർന്ന് വളരുവാനും വന്നവരാണ്. വേറൊരു ബിസിനസ് നമുക്ക് ഈ ആലയത്തിലില്ല. ഹല്ലേലൂയ. കണ്ടാൽ കണ്ടു, ഹൈബൈ പറഞ്ഞു, സ്നേഹ സംഭാഷണങ്ങൾ നടത്തി. പക്ഷേ അതൊക്കെ ടെമ്പറലായിട്ടുള്ളതാണ്. എന്നാൽ നിത്യമായത് ചിലത് പ്രാപിക്കുവാൻ നമ്മെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പണിയപ്പെടേണ്ടതിനായി ഒരുക്കപ്പെടുവാൻ, സ്ട്രെങ്തൻ ആകുവാൻ, എംപവർ ആകുവാനായിട്ടാണ് നാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗാദറിങ്ങിൻ്റെ മേലുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ദൈവത്തിനാണുള്ളത്, അവൻ്റെ പരിശുദ്ധാത്മാവിനാണുള്ളത്. ഹല്ലേലൂയ. സോ ചിൽഡ്രൻ ഓഫ് ഗോഡ്, റിമെമ്പർ ദാറ്റ് ഗോഡ് ഈസ് ഏബിൾ ടു ടേക്കിംഗ് കെയർ ഓഫ് യു. നിങ്ങളെ കെയർ ചെയ്യുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിപ്പാൻ അവൻ മതിയായവനാണ്. കർത്താവിൻ്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ എല്ലാ രീതിയിലും കംഫോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ യേശു കർത്താവിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, he was saying, spend your life aiming for things and doing things that have lasting significance and eternal value. So he is demanding from the children of God, whatever the things we think, whatever the things we do that may have lasting significance and eternal value. Glory be to God. ഒന്നുകൂടെ പറയാം, that may have lasting significance and eternal value. അവൻ്റെ മക്കളായി, വീണ്ടെടുക്കപ്പെട്ടവരായി, വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന തൻ്റെ ജനം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും that may have lasting significance, അതിന് ദൂരവ്യാപകമായ, നിലനിൽക്കുന്നതായ, എറ്റേണലായ വാല്യൂ വേണം. ആ രീതിയിലുള്ളതായ കണ്ടൻറ്റ്ഫുൾ ജീവിതമായിരിക്കും, കണ്ടൻറ്റ് ഉള്ള ജീവിതമായിരിക്കണം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ നമുക്ക് പ്രത്യേകമായി കാണുവാൻ കഴിയുന്നത്, ഈ അധ്യായത്തിന് മുൻപുള്ളതായ 14-ാം അധ്യായവും ഇതിന് ശേഷമുള്ള 16-ാം അധ്യായവും ഈ ഫെയർവെൽ ഡിസ്കോഴ്സിൽ വരുന്നതായ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. വളരെ വൈകാരികമായും വളരെ ഇമോഷണലായും കർത്താവ് ആ കാര്യങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് എന്താണ് പറഞ്ഞത്? യു ഡിഡ് നോട്ട് ചൂസ് മീ ബട്ട് ഐ ചൂസ് യു. അപ്പോൾ ഓർക്കണം, നമ്മളല്ല കർത്താവിനെ എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തത്. ബട്ട് ഐ ചോസ് യു. അപ്പോൾ ഒരു കാര്യമുണ്ടായിരുന്നു, ഇൻ ദ ജൂവിഷ് റബ്ബാനിക് കൾച്ചർ. റബ്ബാനിക് എന്ന് പറയുമ്പോൾ ജൂവിഷ് റബ്ബിമാർ, അവരുടെ മത നേതാക്കന്മാർ, അവരുടെ അനുയായികളെ, നമുക്കതിനെ മിനിസ്ട്രി എന്ന് പറയാം, അവരുടെ മിനിസ്ട്രിയിൽ അവരുടെ സക്സസേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്, അവരുടെ ട്രെയിനിങ്ങിലേക്ക് തിരഞ്ഞെടുക്കുന്നത്, they have certain steps and they have their own authority, they use to their authority. അവരവരുടെ അധികാരം ഉപയോഗിക്കും. അവർ വെച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഈ റബ്ബാനിക് ട്രഡീഷനിൽ. അപ്പോൾ ഈ ട്രഡീഷനിൽ എന്താണ് തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത്? ഈ ഇൻഡിവിജ്വലിൻ്റെതായ താല്പര്യത്തിൽ അല്ല, ഇൻഡിവിജ്വലിൻ്റെ താല്പര്യമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെയാണ് നമ്മൾ ജനറലി കാണുന്ന എല്ലാത്തിനും നമ്മുടെ ഒരു സോളം താല്പര്യം അതിനകത്ത് വേണം. എന്നാൽ ആ കൾച്ചറിനെ മാറ്റിക്കൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ അനുയായികളെ എന്ത് ചെയ്യുന്നത്? ഓരോരുത്തരെയായിട്ട് വിളിച്ചു ചേർത്തത്. നമുക്കറിയാം, കർത്താവിൻ്റെ വരവും മൂവ്മെൻറ്റുമെല്ലാം ഒരു റെവല്യൂഷണറി മൂവ്മെൻ്റ് ആയിരുന്നു. നിലനിന്നിരുന്നതായ
സകല അനാചാരങ്ങളെയും ചട്ടങ്ങളെയും അതൊരു ഫിലോസഫിക്കൽ ടേമിൽ സംസാരിച്ചാൽ, സെക്കുലർ ടൈമിൽ സംസാരിച്ചാൽ അതൊരു റെവല്യൂഷണറി മൂവ്മെൻ്റ് ആയിരുന്നു. എന്നാൽ സ്പിരിച്വലി വരുമ്പോൾ we can say that that term originated from heaven, and whatever the term Jesus used in his ministry, that given by the Almighty God. പിതാവായ ദൈവം നൽകിയ ടേമും ദൈവം നൽകിയതായ ആശയങ്ങളും ദൈവം നൽകിയതായ തൻ്റെ സുപ്രീം വില്ലും അനുസരിച്ചാണ് കർത്താവ് തൻ്റെ പ്രവർത്തികളെല്ലാം ചെയ്യുവാനായിട്ട് ഇടയായത്. സോ ജീസസ് റിവേഴ്സ്ഡ് ദി കസ്റ്റം ബൈ ചൂസിങ് ഡിസൈപ്പിൾസ്, വാട്ട് ഐ സെഡ്, ദ റബ്ബാനിക് ട്രഡീഷൻ. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് വളരെ കൃത്യമായി പറയുന്നു, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, നിങ്ങളല്ല. അത് വളരെ കൃത്യമാണ്. നമ്മൾക്കൊക്കെ ചിലപ്പോൾ തോന്നും നമ്മൾ കർത്താവിനെ അടുക്കലേക്ക് കടന്നു എന്നതാണ് എന്ന്. ആ ഒരു കൺസെപ്റ്റിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദൈവത്തെ വേണ്ടും പോലെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. മറിച്ച് പാട്ടുകാരൻ പാടുന്നു, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. കർത്താവിൻ്റെ പരമോന്നതമായ ആ താല്പര്യം ദോഷികളായ തൻ്റെ മക്കളെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഓരോരുത്തരുമാണ് നമ്മളെല്ലാവരും എന്നുള്ള ബോധ്യം, ആ ബേസിക്കായിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും സൂക്ഷിക്കണം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തത്വങ്ങൾ, ഡിസൈപ്പിൾസ് വെയർ കോൾഡ് ടു ബെയർ ലാസ്റ്റിംഗ് സ്പിരിച്വൽ ഫ്രൂട്ട്സ്. നമ്മൾ മുൻപേ കേട്ടു, ദാറ്റ് മേ ഹാവ് ലാസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ആൻഡ് എറ്റേണൽ വാല്യൂ. അത് നമ്മളിൽ ഉണ്ടാകണം. ഒന്നാമത്തത് ഇവാഞ്ചലിസ്റ്റിക് ആൻഡ് മിഷൻ. നമ്മൾക്ക് നമ്മൾ അറിഞ്ഞ സത്യത്തോടും അനുഭവിച്ച ദൈവകൃപയോടും കൂടെ നമുക്ക് ഒരു ഡെഡ് പൊസിഷനിൽ നിൽക്കാൻ കഴിയില്ല. നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവകൃപ, നമ്മെ അവൻ എംപവർ ചെയ്തിരിക്കുന്നത്, ദാറ്റ് മേ ഹാവ് ലാസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ്. അതിനും ഒരു ഫലമുണ്ടാകേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് സ്തോത്രം, ഗോഡ്ലി ക്യാരക്ടർ. അപ്പോൾ പ്രീച്ചിങ്ങിനേക്കാളും മറ്റ് പുറമേ നാം കാണിക്കുന്നതായ എല്ലാ കാര്യങ്ങളെക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഗോഡ്ലി ക്യാരക്ടർ. ദൈവ സ്വഭാവത്തിൻ്റെ, പത്രോസിൻ്റെ ടേമിൽ പറഞ്ഞാൽ ദൈവ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി നാം മാറുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. വേദശാസ്ത്രപരമായി തിയോളജിക്കൽ ടേമിൽ ഇത് പറയുമ്പോൾ ഈ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോണ്ടസ്റ്റ് എടുത്തു, സ്പിരിച്വൽ കോണ്ടസ്റ്റ് എടുത്തു. അതുപോലെ തന്നെ തിയോളജിക്കൽ കോണ്ടസ്റ്റിൽ വരുമ്പോൾ ഡിവൈൻ ഇലക്ഷൻ ആൻഡ് കോളിംഗ്. ഹിസ് കോളിംഗ് ആൻഡ് ഇലക്ഷൻ ഈസ് പെർഫെക്റ്റ്ലി ഡിവൈൻ. അത് ദൈവികമായിട്ടുള്ളതാണ്. നമ്മൾ അറിയണം, എപ്പോഴും ഇത് മനസ്സിൽ വെക്കണം. ഇതൊരു വലിയ ലാംഗ്വേജായി നിങ്ങൾ എടുക്കരുത്, സിംപ്ലിഫൈ ചെയ്തെടുക്കണം. എന്നെ വിളിച്ചതും എന്നെ ചേർത്തതും എന്നെ സ്നേഹിച്ചതും ഈ നിമിഷം വരെയും എന്നെ നടത്തുന്നതും എൻ്റെ ദൈവമാണ് എന്നുള്ള അടിസ്ഥാനപരമായ ചിന്തയോടെ അങ്ങനെ ജീവിക്കുമ്പോഴേ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോഴേ നമ്മൾ പ്രാർത്ഥനയിൽ വരുമ്പോൾ കണ്ണ് നിറയുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ അനുതാപത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥന ഉയരുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയുള്ളിടത്ത് മാത്രമേ ദൈവത്തിൻ്റെ കരുതലിൻ്റെയും നന്മയുടെയും കരം വെളിപ്പെടുകയുള്ളൂ. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പോൾ കോളിംഗ് ആൻഡ് ഇലക്ഷൻ ഈസ് പെർഫെക്റ്റ്ലി ഡിവൈൻ. രക്തത്താൽ ജയം, അത് ഗോഡ് സോവറിൻ ഇലക്ഷനാണ്, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ്. അതിനെക്കുറിച്ചൊരു വാക്യമുണ്ട്, പിതാവ് ആകർഷിച്ചല്ലാതെ ആരും
പുത്രനെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വലിയൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ പോലെ ദൈവത്തിൻ്റെ ഒരു ആകർഷണം നമ്മളിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ചൊരു വാക്യമുണ്ട്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവിത്ര വലിയ പറഞ്ഞേ സ്നേഹം, ഹല്ലേലൂയ, ആ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന പേരാണ് നമുക്കുള്ളത്. അതെന്തുകൊണ്ടാണ്? അത്രമാത്രം അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഗ്ലോറി ബി ടു ഗോഡ്. ആദ്യം 1-2 ലോക്കൽ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ. അതെല്ലാം റിലേഷൻഷിപ്പിൻ്റെയും റെസ്പോൺസിബിലിറ്റിയുടെയും ആധാരത്തിലാണ് ആ കെയർ കൊടുക്കുന്നതെങ്കിൽ ദൈവം നമ്മോട് ചെയ്യുന്നതും നമ്മോടുള്ള ബന്ധത്തിൻ്റെ, മക്കൾ എന്നുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ ആ റെസ്പോൺസിബിലിറ്റിയാണ് ദൈവം നമ്മോട് നിറവേറ്റുന്നത്. പക്ഷേ ദാറ്റ് വിൽ ലാസ്റ്റ് ലോങ്. ബാക്കിയെല്ലാം എർത്തലി ആയിട്ടുള്ളത് ഇവിടെ തീരും. എന്നാൽ ദൈവത്തിൻ്റെ ഈ സ്നേഹവും പേര് ചൊല്ലി വിളിച്ചതുമെല്ലാം ദാറ്റ് വിൽ ലാസ്റ്റ് ടിൽ ദ എറ്റേണിറ്റി. എറ്റേണിറ്റി വരെ അതെത്തും. അപ്പോൾ നിലനിൽക്കുന്നതായ ആ സ്നേഹമാണ്. ഇവിടെ ബിയറിംഗ് ഫ്രൂട്ട് ആസ് ദ എവിഡൻസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഫലം കായ്ക്കുക, നിങ്ങൾ സിമ്പിളായിട്ട് എടുക്കുക. ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വിസിബിളായിട്ടുള്ള എവിഡൻസാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്. അവൾ ദൈവ പൈതലാണെന്ന് പറയാൻ എന്താണ് ബെയറിംഗ് ഫ്രൂട്ട്? ഫലം കായ്ക്കുക, ഫലം പുറപ്പെടുവിക്കുക. യോഹന്നാൻ 15:1-8 വരെ പ്രത്യേകമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നാം ഓർക്കേണ്ടതായ ഒരു കാര്യം, ഫലം എന്താണെന്നൊരു ചോദ്യം നോർമലി വരാം. വാട്ട് യു മീൻ ബൈ ഫ്രൂട്ട്? എന്താണ് ഫലം? അതിനെക്കുറിച്ച് പൗലോസ് തനിക്ക് കിട്ടിയ റെവലറ്ററി നോളജ്, തൻ്റെ അറിവിലും താൻ ഒരുപാട് ഫിലോസഫി പഠിച്ച ആളാണ്, ഇക്വലൻ്റ് ആയിട്ടുള്ള 3 PhD ഉള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ പോലും ബുദ്ധി സ്വാധീനിച്ചുകൊണ്ടല്ല, മറിച്ച് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് തനിക്ക് കിട്ടിയ എറ്റേണലായിട്ടുള്ള റെവലറ്ററി നോളജ് വെച്ചാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഫ്രൂട്ട് എന്നുള്ളത് ഇവിടെ സ്പിരിച്വൽ കോണ്ടസ്റ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഗലേഷ്യൻസ് 5:22-23 വായിക്കാം. ഗലേഷ്യൻസ് 5:22-23. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. നോക്കണം, സ്നേഹം അത് അറിയാമല്ലോ. ലവ്, ജോയ്, പീസ്, ഫോർബിയറൻസ്, കൈൻഡ്നെസ്, ഗുഡ്നെസ്, ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ. സ്നേഹം, എൻ്റെ കൂടെ പറയണം, ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹം, സന്തോഷം, അപ്പോൾ ഈ ഫലത്തിൽ ദിസ് ഫ്രൂട്ട് കനോട്ട് ബിയർ ഇറ്റ്സ് ഓൺ. സ്വന്തമായ കഴിവിലൂടെ ഈ ഫലം പുറപ്പെടുവിക്കാൻ ഒരാൾക്ക് കഴിയത്തില്ല. കുറച്ചൊക്കെ പോളിഷ്ഡ് ആയിട്ടുള്ള അല്പ സമയത്തേക്ക് നിലനിൽക്കുന്ന രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ കഴിയും. ദാറ്റ് ഓൾസോ വിൽ നോട്ട് ലാസ്റ്റ്. പക്ഷെങ്കിൽ ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് നമുക്കെന്ത് വേണം? ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ ആവശ്യമാണ്. ഹല്ലേലൂയ. ഫലം കായ്ക്കാൻ ഈ കൃപ ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് ആധ്യാത്മിക ഗോളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ മേജർ ത്രെട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതമില്ലാത്ത പ്രസംഗവും ജീവിതമില്ലാത്ത ആരാധനയും അതുപോലെ മാതൃകാപരമല്ലാത്ത നടപ്പുമാണ് ഇന്ന് സുവിശേഷ ഘോഷണത്തിനും കർത്താവിൻ്റെ നാമത്തിൻ്റെ വ്യാപനത്തിനും എതിരായിരിക്കുന്ന ഏറ്റവും മേജർ ത്രെട്ട്. ഹല്ലേലൂയ. ഈ ഫലങ്ങളിലേക്ക് ദൈവജനം, ഞാൻ പറയുന്നു, നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ദിവസം 1 പ്രാവശ്യമെങ്കിലും ഈ വിഷയം നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, ആത്മാവിൻ്റെ ഫലത്താൽ എന്നെ നിറയ്ക്കണമേ, സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എല്ലായ്പ്പോഴും ദൈവത്തിൽ സന്തോഷിപ്പാൻ എനിക്ക് കൃപ തരണമേ.
സമാധാനത്തോടെ പ്രശ്നങ്ങളുടെ നടുവിലും സമാധാനത്തോടെ നിൽപ്പാൻ എനിക്ക് കൃപ തരണമേ. ഹല്ലേലൂയ. പരോപകാരം ചെയ്യുവാൻ, ദയ കാണിപ്പാൻ, സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണമുള്ളവരായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമെന്നെന്നും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. കാരണം ഹീ നോസ്, സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. ഹീ നോസ് അവർ നേച്ചർ. അവന് നമ്മുടെ പ്രകൃതി അറിയാം. അവൻ പറയുന്നു, അവൻ എന്താണ് ഓർക്കുന്നത്? നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒത്തിരി ഷോ ഓഫിൻ്റെ ആവശ്യമില്ല ഒരു ദൈവ പൈതലിന്. ഓൾമൈറ്റി ഗോഡ് മെയ്ഡ് us with his own hand. നിലത്തെ പൊടിയിൽ നിന്ന് എടുത്തതാണ്. തേജസ്സും ബഹുമാനവും അണിയിച്ചതാണ്. ആത്മാവിൻ്റെ ഫലം, സ്പിരിച്വൽ പവറിലൂടെ മാത്രമേ ഒരു ദൈവ പൈതലിന് തൻ്റെ ഐഡന്റിറ്റിയെ പ്രൂവ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഗ്ലോറി റബലാഷനാസ്യാന റദൽ ഘടകരഹസ്യാതുരാജന. ഒരു ദൈവ പൈതലിൻ്റെ ഐഡന്റിറ്റിയെ പ്രൂവ് ചെയ്യുവാൻ കഴിയുന്നത് ദൈവാത്മാവിൻ്റെ നിറവിലുള്ള ജീവിതത്തിലൂടെ മാത്രമാണ്. ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നതിലൂടെ മാത്രമാണ്. ഗ്ലോറി ബി ടു ഗോഡ്. താങ്ക് യു ലോർഡ്. അപ്പം കർത്താവിൻ്റെ മുൻപിൽ വേറൊന്നും വേണ്ട. ആ പാദപീഠത്തിലോട്ട് ചെന്ന് പ്രോഡിഗൽ സൺ ചെന്ന് വീണതുപോലെ ദൈവത്തിൻ്റെ മുൻപിൽ താണ് വീണ് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ ഒരിക്കൽ കേട്ടത് എൻ്റെ മനസ്സിലേക്ക് ദൈവാത്മാവ് തരുന്നതാണ്. വളരെ ശക്തനായി നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ശക്തനായ ഒരു ദൈവദാസനുണ്ടായിരുന്നു. പേരൊന്നും ഞാൻ എടുക്കുന്നില്ല, പേരെടുത്താൽ ചിലർക്കെങ്കിലും അത് മനസ്സിലാവും. അതുകൊണ്ട് പക്ഷെ അദ്ദേഹം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. വളരെ ശക്തമായി നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ച ആളാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മിനിസ്ട്രി ആയിരുന്നു. അദ്ദേഹം തന്നെ ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അപ്പോൾ തന്നെ ഒരു സ്ട്രിക്ട്നെസ് എവിടെയും എല്ലാ മിനിസ്ട്രിയുടെ എല്ലാ പാർട്ടിലും ഉണ്ട്. അപ്പം വളരെ ഈസിയുമായിട്ട് ഈ മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വരുമ്പം കേരളത്തിൽ നിന്നൊക്കെ വണ്ടി കയറി ഡൽഹിയിലെത്തുമ്പം അവർക്ക് ഇച്ചിരി പ്രയാസമാണ്. കാരണം ഇത് ഈസി ഗോയിങ് പാത്വേ അല്ല. ഇത് പുൾപിറ്റിലുള്ള ജിംനാസ്റ്റിക് മാത്രമല്ല, ലൈഫ് സാക്രിഫൈസ് ചെയ്തുകൊണ്ടുള്ള മിനിസ്ട്രിയാണ്. അപ്പോൾ ഇതൊരു നോയ്സി വോയിസി ക്ലവർനെസ് കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ പക്ഷേ ഇദ്ദേഹം വലിയ രീതിയിൽ ദൈവം മാനിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞാലൊക്കെ അറിയാവുന്നവരാണ്. പക്ഷേ ഒരു ദൈവദാസൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കൂടെ മിനിസ്റ്റർ ചെയ്ത് ഇന്നും പഞ്ചാബിൽ നല്ല സീനിയറായിട്ട് നിൽക്കുന്ന ഒരു ദൈവദാസൻ പറഞ്ഞു, ഇദ്ദേഹത്തോട് അങ്ങ് ദേഷ്യം. അവിടെ പഠിക്കാൻ, അവിടെ കുറച്ച് ദിവസം ട്രെയിനിങ്ങിന് അവിടെ കൊണ്ടിട്ടു ആദ്യം ചെന്നപ്പം. അപ്പോൾ ആളുകളെല്ലാം പറഞ്ഞ് ഈ സ്ട്രിക്റ്റും എല്ലാം അവിടെ കേട്ട് അങ്ങ് ഓടിപ്പോയാൽ മതിയെന്നായി, തിരിച്ച് കേരളത്തിന് വണ്ടി കയറിയാൽ മതിയെന്നായി. പക്ഷേ ഇദ്ദേഹം രാത്രിയിൽ ഉണരുമ്പം വലിയ വായിലെ വാ വിട്ട് നിലവിളിക്കുന്ന, ഇതാരുടെ ഈ ശബ്ദമെന്ന് പറഞ്ഞാൽ ആദ്യം പേടിച്ചു പോയി. പിന്നെ നോക്കിയപ്പോൾ ഇത് സ്ഥിരമാണ്. വാ വിട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അതായത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഒരിക്കലും ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഈ ടൈമിൽ വന്നപ്പം ദൈവാത്മാവ് എനിക്ക് തന്നു. അപ്പോൾ വലിയ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നതൊന്നും ദൈവത്തിൻ്റെ മുൻപിൽ വിഷയമല്ല. അദ്ദേഹം റൂഡായിട്ടൊരു വാക്ക് സംസാരിച്ചതുപോലും എടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നത് ഇദ്ദേഹം കേട്ടു. കർത്താവേ, നിന്നോടുള്ള സ്നേഹം കൊണ്ടും നിന്റെ വേല നന്നായി നടക്കേണ്ടതിനുമാണ് ഞാനിത് പറയുന്നത്. ആ വാക്ക് ഏതെങ്കിലും വിധത്തിൽ അവർക്കൊരു ഭാരമാകുന്നതെങ്കിൽ നീ അതിന് പൊറുക്കണമേ, അതിൽ പ്രവർത്തിക്കണമേ എന്ന് നിലവിളിക്കുന്ന ഒരാൾ. ഞാൻ പറഞ്ഞ അദ്ദേഹം അത്രയും വളരാൻ, ഉയരാൻ ഇടയായത് അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ അടുക്കലുള്ള ദൈവത്തോടുള്ള സമീപനം ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പിക്ചർ കിട്ടിക്കാണുമല്ലോ. പ്രോഡിഗൽ സൺ വന്നപ്പോൾ അവിടെ കോംപ്ലക്സിൻ്റെ പ്രശ്നമേ ഇല്ല. ഹല്ലേലൂയ. അവിടെ ചെന്നുള്ള അവസ്ഥയിൽ
ദൈവത്തിൻ്റെ മുൻപിൽ നിലവിളിക്കുകയാണ്. ആ പിതാവ് അതൊക്കെ നോക്കി നിൽക്കുകയാണ്. ബിക്കോസ് ഹീ നോസ് അവർ നേച്ചർ. നമ്മുടെ പ്രകൃതി അവനറിയാം, നമ്മുടെ ബലഹീനത അവനറിയാം. നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ടും ആവർത്തിച്ച് ഉപവസിച്ചിട്ടും പിന്നെയും ഉയർന്നു വരുന്നതായ ജഡം, ഹല്ലേലൂയ, ഡെയിലി നമ്മൾക്ക് ഹാബിച്വലായിരിക്കുന്ന കാര്യങ്ങൾ, ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ബലഹീനതകൾ ദൈവത്തിനറിയാം. പക്ഷേ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുൻപാകെ ആ ഒരു സമീപനത്തോടെ അടുക്കുന്നവര് നിശ്ചയമായും ദൈവത്തിൻ്റെ കൃപ അനുഭവപ്പാനിടയാകും. അപ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് ഏത് വിധത്തിലാകണം? അതിനകത്തൊരു കോംപ്ലക്സിറ്റി ഇല്ല, അതിന് വേറൊരു തടസ്സങ്ങളില്ല. തുറന്ന മനസ്സോടെ അവിടേക്ക് നാം ചെല്ലാൻ നമുക്ക് കഴിയണം. ആത്മാവിൻ്റെ വരദാനമായ, കൃപാദാനമായ, there are 9 fruits of the Holy Spirit and there are 9 gifts of the power of the Holy Spirit. Our gift is different. Gift is always using for the specific ministry, but fruits, bearing fruits, always will keep us to keep our identity. Hallelujah. ആളുകൾ ചിന്തിക്കും കൃപാവരത്തിൻ്റെയൊക്കെ വ്യാപാരങ്ങൾ വരുമ്പോൾ അത് വെച്ചാണ് പ്രവാചകൻ എന്ന് പറയുന്നത്, അപ്പോസ്തലൻ എന്ന് പറയുന്നത്, ഇതെല്ലാം പറയും. പക്ഷേ ദൈവം സ്പെസിഫിക്കായി പ്രിലിമിനറിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ഓ ചൈൽഡ് ഓഫ് ഗോഡ്, ചൈൽഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചിൽ ഇങ്ങനൊന്നും വലിയ വേറെ ഒരു ഇതില്ലാത്തൊരു ഐഡൻറ്റിറ്റി നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. നമ്മളെല്ലാവരും ഒന്നും ഒരേപോലെ, ഒരേ റാങ്ക് ആൻഡ് ഫയലിലുള്ളവരാണ്. ഇതിനകത്ത് എല്ലാവരും വിലപ്പെട്ടവരാണ്. എല്ലാവരിലും നിക്ഷിപ്തമായ ധാരാളമായ കൃപകളുണ്ട്, ടാലൻ്റ് ഉണ്ട്. ഹല്ലേലൂയ. വലിയ കോളാർ ഖനി പോലെ, കോളാർ ഖനി കുഞ്ഞുങ്ങൾക്കറിയില്ല, മൈൻ, ഗോൾഡ് മൈൻ ഫീൽഡാണ് അവിടെ. ഹല്ലേലൂയ, സ്തോത്രം. എക്സ്പ്ലോർ ചെയ്ത് ചെല്ലുമ്പോൾ ഏറ്റവും വില കൂടിയതായ സ്വർണവും രത്നങ്ങളും ഡയമണ്ടുകളും കിട്ടുന്ന പോലെ ധാരാളമായ ദൈവത്തിൻ്റെ നിധികൾ അടങ്ങിയിരിക്കുന്ന വയലുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അതിന് നിങ്ങളെ അതിലേക്ക് അത് എക്സ്പ്ലോർ ചെയ്യുവാൻ, അത് കണ്ടെത്തുവാൻ, ആ ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാൻ, പ്രയോജനപ്പെടുവാൻ മാത്രമാണ് സ്തോത്രം ദൈവം നിങ്ങളുടെ മുൻപിൽ എന്നെയും നിർത്തിയിരിക്കുന്നു. അതിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക, കരം പിടിച്ചൊന്ന് കരം കൊടുക്കുക. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. താഴോട്ട് വേഗത്തിൽ ചിന്തിക്കട്ടെ. ഇവിടെ കർത്താവ് പറയുന്നു, അബൈഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ യു. ആസ് ദ ബ്രാഞ്ച് കനോട്ട് ബെയർ ഫ്രൂട്ട് ഓഫ് ഇറ്റ് സെൽഫ് അൺലെസ് ഇറ്റ് അബൈഡ്സ് ഇൻ ദ വൈൻ. ഈ മുന്തിരിവള്ളിക്ക് ഒരിക്കലും ദൈവത്തോട് ചേർന്നുള്ള ആ ബന്ധത്തിൽ നിന്നല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറഞ്ഞാട്ടെ, ഫലം കായ്ക്കാൻ കഴിയത്തില്ല. നോ ബ്രാഞ്ച് ക്യാൻ ബിയർ ഫ്രൂട്ട് ബൈ ഇറ്റ് സെൽഫ്. സ്വന്തമായിട്ട് ഫലം കായ്ക്കാൻ കഴിയില്ല. ഇറ്റ് മസ്റ്റ് റിമൈൻ ഇൻ ദ വൈൻ. അത് അതിനോട് ചേർന്നിരിക്കണം. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. Hallelujah. So remember that gardener has a goal. What is the goal? To be even more fruitful. നമ്മൾ കൂടുതൽ ഫലമുള്ളവരാകുക. കർത്താവിന് ആഗ്രഹം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു സിമ്പിൾ ചോദ്യം. നമ്മുടെ എത്ര വലിയ സുഹൃത്തുക്കളായാലും എക്സെപ്ഷണല്ല, ചില സർട്ടൻ പെർസെൻറ്റേജ് കാണും. നമ്മളെല്ലാം പറയുമ്പോൾ അതിനകത്തൊരു പെർസെൻറ്റേജ് വെച്ചാണല്ലോ. എന്നാലും മേജർ പെർസെൻറ്റേജ് ഫ്രണ്ടായാലും സുഹൃത്തായാലും ഭാര്യയായാലും അവരെക്കാൾ കൂടുതൽ വളരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? ലോകത്തിൻ്റെ രീതിയിൽ നിങ്ങൾ പറയുക. നിങ്ങൾ ഓരോ സ്റ്റേജിൽ എത്തുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവൂ. നമ്മൾ കൂടുതൽ ഫലമുള്ളവരാകണമെന്ന് കർത്താവിനല്ലാതെ ഒരൊറ്റ കുഞ്ഞിനും ആഗ്രഹമില്ല. റിയലി, ഇറ്റ് ഈസ് എ റിയാലിറ്റി. ഹല്ലേലൂയ. അത് അവർ ആമേൻ പറഞ്ഞാട്ടെ. നമ്മൾ ചിന്തിക്കുക നമുക്ക് വേണ്ടി ഇങ്ങനെ തേനൊലിച്ച് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെന്ന്. നോ, യു ആർ ഡൗൺ. ദാറ്റ് ഈസ് വൈ ദേ ആർ വിത്ത് യു. വെൻ ദ റിയൽ ടൈം കംസ്,
ദേ മേ നോട്ട് ബി വിത്ത് യു. കാണണമെന്നില്ല. ഹല്ലേലൂയ. ഓർക്കണം, വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ സ്നേഹം കർത്താവിനോട് കൂടണമെന്ന് പറഞ്ഞ് ഞാനാണ് തിരഞ്ഞെടുത്ത ഇത്ര റെസ്പോൺസിബിലിറ്റിയോടെ പറയുകയാണ്. കർത്താവിനെ പിടിച്ചവരാരും എന്ത് ചെയ്യത്തില്ല, അവർ ചെറുതാവത്തില്ല. അതൊരു ഷുവർട്ടി ഉണ്ട്. പക്ഷേ വേറെ ആരെ പിടിച്ചാലും ഏത് സമയവും കാലുവാരും പിടിച്ച് താഴെ ഇടും. അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ അവർ ശ്രമിക്കും. പക്ഷേ കർത്താവിനെ പിടിക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടുത്തില്ല. നിങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സോ സീക്രട്ട് ഓഫ് ഫ്രൂട്ട്ഫുൾനെസ് ഈസ് staying in constant contact with Jesus and developing a close relationship with him. അപ്പോൾ ഫ്രൂട്ട്ഫുൾനെസ് കുഞ്ഞുങ്ങളെ ഇച്ചിരി നേരത്തെ കൂടെ ഒന്ന് ഓടാതെ പിടിച്ച് തന്നെ വെക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് റിലീസ് ചെയ്യാം. ശബ്ദം തടസ്സമാകുന്നു. സോ സീക്രട്ട് ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്, വിജയത്തിൻ്റെ രഹസ്യം, ഫലം കായ്ക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? സ്റ്റേയിങ് ഇൻ കോൺസ്റ്റന്റ് കോണ്ടാക്ട് വിത്ത് ഹിം and develop ourselves with a strong relationship with him, Jesus. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഫലം കായ്ക്കാനുള്ളവരാണ്. നമ്മളൊരു പ്രത്യേക സ്വപ്നത്തോടാണ് ഈ സഭ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ള ആളുകൾ പോലും സമയങ്ങൾ കണ്ടെത്തി ഇതിൻ്റെ ഓൺലൈൻ സർവീസിലൊക്കെ പങ്കെടുക്കുന്നത്. കാരണം God has a dream about us. That dream must fulfill in our life. അതിനുതകുന്നതായ ശുശ്രൂഷകൾ, അതിനുതകുന്നതായ ആത്മിക പ്രാർത്ഥനകൾ, ഓരോ വ്യക്തികളും എംപവറാകാൻ, വളരാൻ, ആശ്വാസം പ്രാപിപ്പാൻ, വിഷയങ്ങളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ ഒരു കംഫർട്ട് അനുഭവിക്കാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷ മാത്രമേ നമ്മുടെ സഭയിൽ നടക്കുന്നുള്ളൂ. അല്ലാതെ ഒരു ബിസിനസ്സുമില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ബിസിനസ്, അതാണ് ആദ്യമേ ഞാൻ പറയുവാനായിട്ടിടയായി തീർന്നത്. യെരമ്യാ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. വായിച്ച് പെട്ടെന്ന് മുമ്പോട്ട് പോവുകയാണ്. യെരമ്യാവ് 17:7-8 വാക്യമാണ്, പരിചയമുള്ള വാക്യമാണ്. വേഗത്തിലൊന്ന് വായിച്ചാൽ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. സോ ദൈവവുമായിട്ടുള്ള ക്ലോസ് കണക്ഷനിൽ നിൽക്കുന്നതായ ഒരു വൃക്ഷത്തിൻ്റെ അവസ്ഥയാണ് പ്രവാചകൻ തൻ്റെ വെളിപ്പാടിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വഴിവിട്ട പോക്കും, ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ളതായ ദൈവിക പദ്ധതിയും ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പ്രബോധിപ്പിക്കുന്ന ശക്തമായ ആലോചനയാണ് നമുക്കിവിടെ വായിക്കാൻ ഇടയായത്. അപ്പം ദൈവകൃപയിൽ നിൽക്കുന്ന, ദൈവമായിട്ടുള്ള ശക്തമായ ബന്ധത്തിൽ നിൽക്കുന്നതായ ഒരു ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കുമെന്ന ട്രീ പ്ലാന്റഡ് ബൈ ദ വാട്ടർ. ഹല്ലേലൂയ. 2, എക്സ്റ്റെൻഡ് ഇറ്റ്സ് റൂട്ട്സ് ബൈ എ സ്ട്രീം. എങ്ങോട്ടാണ്? ആറ്റരികെ എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ വേര് പോകും. വിൽ നോട്ട് ഫിയർ വെൻ ഹീറ്റ് കംസ്. ഉഷ്ണം തട്ടുമ്പോൾ അതിനൊരു പേടിയില്ല. ഇറ്റ് ലീവ്സ് വിൽ ബി ഗ്രീൻ. അതിൻ്റെ ഇലകൾ എന്താണ്? പച്ചയായിട്ടുള്ളതാണ്. വിൽ നോട്ട് ബി ആങ്ഷ്യസ് ഇൻ എ ഇയർ ഓഫ് ഡ്രോട്ട്. ഭയങ്കരമായ വരൾച്ച വരുമ്പോൾ അതിനെന്തില്ല? ഒരാങ്സൈറ്റിയും ഇല്ല അതിനെ ഓർത്ത്. നോർ സീസ് ഈൽഡ് ഫ്രൂട്ട്സ്. ഫലവും കായ്ക്കും. അതിൻ്റെ ഫലം മുടങ്ങത്തില്ല. അത് കൃത്യമായി ഫലം കായ്ക്കും. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, സച്ച് ട്രീസ് ആർ നോട്ട് ബോതേഡ് ബൈ ദ ഹീറ്റ് ഓർ ഡ്രോട്ട്സ്. വരൾച്ചയോ ചുറ്റുപാടും വരുന്ന പ്രശ്നങ്ങളോ ഒന്നും ഈ വൃക്ഷത്തിന് ബാധകമല്ല. കാരണം എന്താണ്? ഇതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് വേരൂന്നി, ഈ വേരുകൾ പോയിരിക്കുന്നത് ആറ്റരികത്തെ, സ്തോത്രം, ആ വെള്ളത്തിനരികത്തേക്കാണ്. അതുകൊണ്ട് എന്തുണ്ട്? ഇതിന് പ്രശ്നങ്ങൾ വിഷയമല്ല. Their leaves stay green and never stop producing fruits. അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത് ഒരിക്കലും നിർത്തുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്?
പറഞ്ഞാട്ടെ, ബെയർ ഫ്രൂട്ട്. ഉറക്കെ പറഞ്ഞാട്ടെ, ഫലമുള്ളവരാകുക, ഫലമുള്ളവരാകുക. ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഓർക്കേണ്ടതായ ഒരു കാര്യം, നമ്മുടെ സ്പിരിച്വൽ റൂട്ട് ദൈവവുമായിട്ടുള്ള, ക്രിസ്തുവുമായിട്ടുള്ള ആഴത്തിലുള്ള റിലേഷൻഷിപ്പിലാകണം. അത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രെയറിൻ്റെ കോർ പോയിൻ്റ് അതായിരിക്കണം. ആ ആഴത്തിൽ നിൽപ്പാൻ എന്നെ സഹായിക്കണമേ. ഒരു ചെറിയ വാക്യം കൂടെ വായിക്കാം. ശലോമോൻ രാജാവ് ഒരിക്കൽ പറഞ്ഞു, പ്രോവർബ് 12:3 പറഞ്ഞു. എന്താണ്? പ്രോവർബ് 12:3. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല, നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകയില്ല. നോക്കണം, നോ വൺ ക്യാൻ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ വിക്കറ്റ്നസ്. ദുഷ്ടത കൊണ്ട് ആരും എന്ത് ചെയ്യുന്നില്ല? സ്ഥിരപ്പെടത്തില്ല. ബട്ട് ദ റൈച്ചസ് കനോട്ട് ബി അപ്രൂട്ടഡ്. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് എന്ത് ചെയ്യത്തില്ല? സ്ഥിരപ്പെടത്തില്ല. നീതിമാന്മാരുടെ വേരോ, പറഞ്ഞാട്ടെ, ഇളകിപ്പോകയില്ല. നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകത്തില്ല. ബട്ട് ദ റൈച്ചസ് കനോട്ട് ബി അപ്രൂട്ടഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിമാന്മാരുടെ വേര് ഇളകിപ്പോവുകയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, ആഴത്തിലുള്ള ബന്ധം, ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ബന്ധം നാം സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നിലനിൽക്കുന്നതായ ഫലം കായ്ക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, സീസൺ ഓഫ് അഡ്വേഴ്സിറ്റി, എക്സ്ട്രീം ഹീറ്റ്, ഡ്രോട്ട്, ഫാമിൻ, ജീവിതത്തിൽ ഉയർന്നു വരുന്ന പ്രഷറുകൾ, ഓരോ ദിവസത്തെയും നമ്മൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ, നമ്മുടെ മുൻപിൽ വരുന്ന ഇഷ്യൂസ്, ഹല്ലേലൂയ, ഒരു ദൈവ പൈതൽ അതിന്മേൽ കുലുങ്ങിപ്പോകയില്ല. റൈച്ചസ് ആയ വ്യക്തിയെക്കുറിച്ച് പറയുന്നു, നീതിമാൻ ഒരിക്കലും കുലുങ്ങിപ്പോകാൻ, പറഞ്ഞാട്ടെൻ്റെ കൂടെ, അവൻ സമ്മതിക്കത്തില്ല. നീതിമാൻ കുലുങ്ങിപ്പോകാൻ സമ്മതിക്കില്ല. ഹൂ ഈസ് റൈച്ചസ്? ഹൂ ഈസ് ഒബേയിങ് ദ വിൽ ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അനുസരിക്കുന്നതായ ദൈവ പൈതൽ. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഈ കൺക്ലൂഷനിലേക്ക് വരികയാണ്. പ്രാർത്ഥിച്ച് നിർത്താം. വളരെ ശ്രദ്ധയോടെ ഈ വചനങ്ങളൊക്കെ നിങ്ങളുടെ കോർ പ്രാർത്ഥനയിലെ പ്രധാന വിഷയങ്ങളാകണം. ശുശ്രൂഷയിലെ ഓരോ വാക്കുകളും അതിപ്രധാനമായിട്ടുള്ളതാണ്. അമേരിക്കയിലെ നോർത്ത് കാലിഫോർണിയയിലെ, നമുക്കറിയാം, ഈ ദിവസങ്ങളിലും കാലിഫോർണിയയിൽ വലിയ വൈൽഡ് ഫോറസ്റ്റിൽ നടന്ന ഫയർ, അത് മുഖേന ഒരുപാട്, ആ കാലിഫോർണിയ സൈഡിലുള്ളത് ഒരുപാട് കാടുകൾ കത്തുന്നതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ നമുക്കറിയാം. റെഡ് വുഡ് എന്ന് പറയുന്നതായ ഒരു പ്രത്യേകതരം വൃക്ഷമുണ്ട്. ഈ കാട്ടുതീ വന്നു കഴിഞ്ഞാൽ എല്ലാം കത്തി അമർന്ന് ചാരമായി പോകും. പക്ഷേ ഈ വൈൽഡ് ഫയറിനകത്ത്, ഈ ഫോറസ്റ്റിലുള്ളതായ വൈൽഡ് ഫയറിൽ ഈ റെഡ് വുഡിന് കാര്യമായ പ്രശ്നം വരുത്തില്ല. വന്നാലും ഇത് പിന്നെയും കയറി അതുപോലെ വരും. നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ അറിയാം. കാരണം എന്താ അറിയാമോ? ഇതിൻ്റെ ഈ ബ്രാഞ്ചസിനേക്കാളും സ്ട്രോങ് ആയ വേരുകളാണ് ഇതിനകത്തുള്ളത്. വലിയ വലിയ മരങ്ങളാണത്. ആ വലിയ മരത്തിൻ്റെ തടികളൊക്കെ കത്തിയെന്ന് പറഞ്ഞാലും ഭീമാകാരമായൊരു അതിനേക്കാൾ വലിയതായ വേരുകൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. അതിന് വേരുള്ളിടത്തോളം എന്തുണ്ട്? നിലനിൽപ്പുണ്ട്. രക്തത്താൽ ജയം. വേരുണ്ടെങ്കിൽ, റൂട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? അതിനൊരു നിലനിൽപ്പുണ്ടെന്ന് നമുക്ക് പറയാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പെട്ടെന്ന് നിങ്ങളുടെ അറിവിലേക്ക് ഒരു വാക്യം വായിക്കുകയാണ്. എഫെസ്യൻസ് 3:16-20 വായിച്ചാൽ മതി. ഞാനത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എഫെസ്യൻസ് 3:16-20 വരെ. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും
പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. അടുത്തതൂടെ വായിച്ചേരാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇതിനകത്ത് പ്രധാന പോയിന്റ് മാത്രം ഞാൻ പറയാം. ഹി വുഡ് ഗ്രാൻഡ് യു അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഗ്ലോറി. അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. അപ്പം ദൈവത്തിൻ്റെ മഹത്വവും ഹിസ് ഗ്ലോറി, ഹിസ് റിച്ച്നെസ് ബിയോണ്ട് അവർ എക്സ്പ്ലിക്കേഷൻ, നമ്മളുടെ വിവരണത്തിനതീതമായിട്ട് നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തതാണ്. ആ മഹത്വത്തിലും നിന്നുകൊണ്ട് കർത്താവ് പറയുന്നു, ആത്മാവിനാൽ നമ്മൾ എന്ത് ചെയ്യണം? അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഏതാ ഈ വൃക്ഷം പുറമേ കാണുന്നതല്ലല്ലോ. ഈ റെഡ്വുഡ് ട്രീയെ പോലെ ഇതിൻ്റെ വേരുകൾ അകത്തോട്ട് കിടക്കുന്നില്ലേ? നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഹൃദയം കൊണ്ടുള്ള ബന്ധമായിരിക്കണം, നിലനിൽക്കുന്ന ബന്ധമായിരിക്കണം. നമ്മുടെ ഇന്നർ മാൻ മസ്റ്റ് ബിക്കം വെരി സ്ട്രോങ്. നമ്മുടെ അകത്ത മനുഷ്യൻ സ്ട്രോങ് ആകണം. സ്ട്രോങ് ആകുമ്പോഴാണ് ശത്രു ഒരോലപ്പാമ്പിനെ എടുത്ത് കാണിക്കുമ്പോൾ പേടിക്കത്തില്ല. ഹല്ലേലൂയ. സിമ്പിൾ എക്സാമ്പിൾ. ഇത് വലിയ ആത്മീയ മർമ്മങ്ങളുടെ വിഷയമാണ്. എന്നാൽ നമ്മുടെ ഭൗതിക ജീവിതം ഇതിൽ കണക്റ്റഡ് ആക്കി നമുക്ക് പറയുന്നതിന് തെറ്റില്ല തിയോളജിക്കലി. അപ്പോൾ ഒരു തലവേദന വരുമ്പോൾ ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞ് സ്വസ്ഥതയില്ലാതെ വാടിയ മുഖത്തോടെ ഒരാൾ നടക്കത്തില്ല. സിമ്പിൾ. ഇത് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ഒത്തിരി വിവരിക്കുന്നില്ല. അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ടെങ്കിൽ ദൈവം നൽകിയ വാഗ്ദത്തം അവൻ്റെ ഉള്ളിൽ കാണും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഉള്ളിൽ കാണും. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വഴികളെ യഥാർത്ഥമായും ആ വഴികളെ ഗ്രഹിച്ചിരിക്കും. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും അവർ അവയറായിരിക്കും. അങ്ങനെ വരുമ്പോൾ അകത്ത മനുഷ്യൻ വളരെ ശക്തിപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും എക്സ്റ്റേണലായിട്ടുള്ള മോഡിഫിക്കേഷൻ ആണ്. വളരെ ഫാഷനബിളായിട്ടുള്ള, ഫാസിനേറ്റഡ് ആയിട്ടുള്ള ഈ ലോകത്തിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ ബ്യൂട്ടിക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഹല്ലേലൂയ നമ്മൾ പരിശ്രമിക്കുന്നത്. അത് വേണ്ടെന്ന് ഞാനൊരിക്കലും പറയത്തില്ല. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജീവിതം വേണമെന്ന് തന്നെ പറയുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ we have to be very cautious and aware about that. We have to make our daily practices that may our inner man can become very strong. നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തരായി തീരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് പൗലോസ് വെളിപ്പാടിലുള്ള ആലോചനകളാണ് ഇതൊക്കെ. സ്ട്രെങ്തൻഡ് വിത്ത് പവർ ത്രൂ ഹിസ് സ്പിരിറ്റ് ഇൻ ദ ഇന്നർ മാൻ, ക്രൈസ്റ്റ് മേ ഡ്വെൽ ഇൻ യുവർ ഹാർട്ട് ത്രൂ ഫെയ്ത്ത്. യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യണം? വസിക്കണം. വിശ്വാസത്താൽ വസിക്കണം. കർത്താവ് ഹൃദയത്തിനകത്ത് വിശ്വാസത്താൽ എപ്പോഴും നിൽക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുലുങ്ങത്തില്ല. ഹല്ലേലൂയ. നമ്മൾ സ്ട്രോങ് ആയിരിക്കും. 2, ദാറ്റ് ബീയിങ് റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ലവ്. അത് സ്നേഹത്തിൽ വേരൂന്നിയതായിരിക്കണം. അപ്പോൾ ഈ വേര് വളരെ പ്രധാനമായിട്ട് ഒരുപാട് ഭാഗങ്ങളിലുണ്ട്. ഇമേജറി ആയിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതുപോലെ ട്രീ, ഫയർ, വാട്ടർ ഇങ്ങനെ തുടങ്ങി ഓയിൽ, ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയ കാര്യങ്ങൾ ഇമേജറിയായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൂട്ട്, ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമെന്ന് പറയുമ്പോൾ അത് വളരെ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കഴിയും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, യു മേ ബി കോംപ്രിഹെൻഡ് വിത്ത് ഓൾ സെയിൻസ് വാട്ട് ഈസ് ദ ബ്രെഡ്ത്ത്, ലെങ്ത്, ഹൈറ്റ് ആൻഡ് ഡെപ്ത്. വീതി, നീളം, ആഴം, ഉയരം, ഇവയെക്കുറിച്ചുള്ളതായ ഹല്ലേലൂയ. യു നോ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് വിച്ച് സർപാസ്ഡ് നോളജ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് വിച്ച് സർപാസ്ഡ് അവർ നോളജ്. നമ്മുടെ പരിജ്ഞാനത്തെയും ചിന്തകളെയും കവിയുന്നതാണ് യേശു നമ്മൾക്ക് വേണ്ടി കാൽവറിയിൽ കാണിച്ച സ്നേഹം. ഹല്ലേലൂയ. കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുവാൻ ആര് വരും? ഹല്ലേലൂയ. നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ ആളുകൾ വരും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, യു മേ
നോ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് വിച്ച് സർപാസ്ഡ് അവർ നോളജ്. അത് മലയാളത്തിൽ അയച്ചിലൂടെ നല്ല അവൻ്റെ പരിജ്ഞാനത്തെ കവിയുന്നതാണ് യേശുവിൻ്റെ സ്നേഹം. കാരണം ലോകത്തിൽ ആരുമില്ല. ഇല്ലികളായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് കയറിയ ആളുകളെ ചെങ്ങലക്കിട്ട്, കാലിലും ചെങ്ങലക്കിട്ട് ട്രംപ് ഭരണകൂടം പല രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. ദയ കാണിക്കുന്നില്ല. ഹല്ലേലൂയ. അധികാരികൾ ധാർഷ്ട്യത്തോടെ പെരുമാറുന്നു. ഒരു കൈൻഡ്നെസ് ഇല്ല. ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ പോലും കാര്യങ്ങളെ കാണാൻ കഴിയാതെ ധാർഷ്ട്യത്തോടെ അധികാരവർഗം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ധാർഷ്ട്യത്തോടെ ജനം വഷളത്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, യേശു കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹം ദാറ്റ് സർപാസ് ഓൾ അവർ നോളജ്, എല്ലാ പരിജ്ഞാനത്തെയും കവിയുന്നതാണ്. നമ്മുടെ ക്രൈമും നമ്മുടെ ക്രിമിനൽ നേച്ചറും നമ്മുടെ തെറ്റായ രീതികളും നമ്മുടെ വൈകല്യങ്ങളും വൈരൂപ്യങ്ങളും ഒന്നും കാര്യമാക്കാതെ നമ്മെ സ്നേഹിച്ച ആ വലിയ സ്നേഹം. അടുത്തതായി പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം. യു മേ ബി ഫിൽഡ് അപ്പ് ദ ഫുൾനെസ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തെ പൂർണ്ണമായും അറിഞ്ഞനുഭവിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, പ്രിയമുള്ളവരെ, ഇതൊരു ജയജീവിതമാണ് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒരു ട്രയംഫൻ്റ് ലൈഫാണ്. ഹല്ലേലൂയ. ഇവിടെയും പറയുന്നുണ്ട്, ഇതൊരു പ്രോസ്പെരിറ്റിക്കുള്ളതല്ല. ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി അവൻ നമുക്ക് നൽകി തരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യോസഫ് ഫലപ്രദമായ മുന്തിരിവള്ളിയായിരുന്നു. വളർന്നു, പടർന്നു, പന്തലിച്ചു. വളരെ എക്സ്ട്രീം അഡ്വേഴ്സായിട്ടുള്ള സാഹചര്യങ്ങൾ ജോസഫിൻ്റെ ജീവിതത്തിൽ വന്നു, ഇല്ലേ? പൊട്ടക്കിണറ്റിൽ എറിഞ്ഞില്ലേ? സ്വന്തം സഹോദരങ്ങൾ ഉപദ്രവിച്ചിട്ട് പിതാവിൻ്റെ അടുക്കൽ കീറിപ്പറിഞ്ഞ അങ്കി കൊണ്ട് കൊടുത്തിട്ട് അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലേ? അവൻ്റെ മേലുള്ള ദൈവനിയോഗത്തെ നോക്കിയാണല്ലോ അവർക്ക് ആ ജലസി ഉണ്ടായത്. പൊത്തിഫോറിൻ്റെ മുൻപിലും കാരാഗൃഹത്തിലുമൊക്കെ കിടന്നവൻ കഴിഞ്ഞ ദിവസങ്ങളിലേതോ അത് റിലേറ്റഡായിട്ട് നാം സംസാരിച്ചു. ദൈവത്തിൽ വേരൂന്നി നിൽക്കുന്ന, ദൈവാശ്രയ ബോധത്തിൽ നിൽക്കുന്ന ദൈവ പൈതലിന് നിലനിൽപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മൊർദെഖായി, എസ്തർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവരുടെ വേരോടെ അവരെ പറിച്ചു കളയുവാൻ ഹാമാൻ തൻ്റെ കരുക്കൾ മുഴുവൻ നീക്കിയപ്പോൾ ജീവനുള്ള ദൈവത്തിൽ അവർ ആശ്രയിച്ചു. കർത്താവ് അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ സന്നിധിയിൽ നിർത്തോട് കണക്കിയിരിക്കുന്നു. ദൈവത്തിൽ ആശ്രയബോധം പൂർണ്ണമായി അർപ്പിച്ച് ജീവിക്കുന്ന ദൈവ പൈതൽ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 17 നമ്മൾ വായിച്ചപ്പോൾ അതിനകത്തൊരു കാര്യം വായിച്ചതിൻ്റെ തൊട്ടുമേലിലുണ്ട്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നത് ഭാഗ്യമുള്ളവർ. ആ ഭാഗ്യാവസ്ഥ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു നരേഷൻ അവിടെ പ്രവാചകൻ നടത്തിയത്. ആ നരേറ്റീവ് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ അധികമായി നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും സമ്പൂർണ്ണമായ ദൈവാശ്രയ ബോധത്തിൽ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളും കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ ദൈവ പൈതലെ നിങ്ങൾ നിൽക്കുമെങ്കിൽ, അതിനായി നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഏൽപ്പിക്കുമെങ്കിൽ, ഓ സ്തോത്രം, അവൻ്റെ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്തെ അറിയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ഹല്ലേലൂയ, ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തുവാൻ അവന് കഴിയും. ഇന്ന് നീ ഭാരപ്പെടുന്ന വിഷയങ്ങളൊക്കെ അവന് നിസ്സാരമാണ്. അതിന്മേൽ പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. ദൈവകരങ്ങളിൽ എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചാട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട് ഈ കേൾക്കപ്പെട്ട ദൂതിൽ നിന്നുകൊണ്ട് ഒരു സമർപ്പണ പ്രാർത്ഥന ഉയരട്ടെ. ഹി നോസ് അവർ നേച്ചർ. അവൻ്റെ മുൻപിലേക്ക് ചെല്ലുന്നതിനൊരു കോംപ്ലക്സ് നമുക്ക് ആവശ്യമില്ല. ആഴത്തിൽ വേരൂന്നി വളരുവാൻ എന്നെ സഹായിക്കണമേ. ദൈവസ്നേഹത്തിൽ വേരൂന്നി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിജ്ഞാനത്തെ കവിയുന്ന യേശുവിൻ്റെ സ്നേഹം, കാൽവറിയിൽ പ്രദർശിപ്പിച്ച സ്നേഹം, ഞാനിതിനൊന്നും യോഗ്യനല്ലായിരുന്നു എന്ന് പറയുവാൻ നമുക്കിടയാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, നന്ദിയോടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് നൽകിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മധ്യയെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ പകൽക്കാലം തന്ന ദൈവാലോചന ഞങ്ങളുടെ ആത്മിക മുന്നേറ്റത്തിനും ഞങ്ങളുടെ ദൈവികമായി ഞങ്ങൾ വളരുന്നതിനും
ഫലം കായ്ക്കുന്നതിനും വേണ്ടിയാണല്ലോ കർത്താവേ. അതിന് തടസ്സമായി എന്ത് അപര്യാപ്തതകളുണ്ടെങ്കിലും, എന്ത് കുറവുകളുണ്ടെങ്കിലും, ഏത് വിധത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിലും അവയുടെ മേൽ ജയം തരാൻ നിനക്ക് കഴിയുമല്ലോ. ഇന്ന് നിൻ്റെ ദൈവസഭയുടെ മുൻപാകെ തലമടക്കിയിരിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ധാരാളമായ ദൈവകൃപ പകരപ്പെടട്ടെ, ശക്തമായ ദൈവസാന്നിധ്യം പകരപ്പെടട്ടെ. ഈ ശുശ്രൂഷ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക്, തൻ്റെ ജനത്തിൻ്റെ ഉദ്ധാരണത്തിന്, തൻ്റെ ജനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിന് മുഖാന്തരമാകട്ടെ. തിരുക്കരങ്ങളിലെല്ലാം ഫലമേൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങയ്ക്ക് തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.